കോഗ്നിറ്റീവ് റീഫോർമേഷൻ ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഗ്നിറ്റീവ് റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് ആവശ്യമില്ലാതെ വരുന്ന കുറേ തോട്ട്സും കുറേ ഓവർ തിങ്കിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഒരു ടേമാണ് കോഗ്നിറ്റീവ് റീഫോർമേഷൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഈ കുട്ടി സൈക്കോളജി പഠിച്ചിട്ടില്ല, ഓൺലി 10ാം ക്ലാസ്. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ആൻഡ് കോഗ്നിറ്റീവ് റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് ആവശ്യമില്ലാതെ വരുന്ന തോട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്ലാവിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ ചക്ക വീണ് ഞാൻ ചത്താലോ എന്ന് നിങ്ങൾക്ക് തോന്നി. അപ്പം നിങ്ങൾ ഒരു ബുക്കും ഒരു പെന്നും എടുത്തിട്ട് വേഗം നിങ്ങൾ എഴുതാം, ഒരു ചക്ക വീണ് ഇപ്പോൾ ഞാൻ ചാവും എന്ന് നിങ്ങൾക്ക് തോന്നി, ഭയങ്കര പേടി തോന്നുകയാണ്. അപ്പം നിങ്ങൾ എഴുതുന്നു. ആൻഡ് ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്താൽ ചക്ക വീണ് ഞാൻ ചാവില്ല എന്ന് നിങ്ങൾ എഴുതുക. വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ. ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് കുറേ നെഗറ്റീവ് തോട്ട്സ് വരുമല്ലോ, ഇതൊക്കെ നമ്മളിങ്ങനെ മാറ്റി എഴുതുക. എഴുതിയിട്ട് നമ്മളൊരു 10-20 അങ്ങനെ ആ ദിവസം തലയിൽ വന്ന എല്ലാവിധ സംഭവങ്ങളും ഒരു ബുക്കിനകത്ത് എഴുതിയിട്ട് അതിനെ പോസിറ്റീവ് വേയിലേക്ക് മാറ്റി എഴുതുന്നു, അത് വായിക്കുന്നു. ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങളുടെ തലയിൽ ആവശ്യമില്ലാണ്ട് വരുന്ന എല്ലാവിധ നെഗറ്റീവ് തോട്ട്സും പോയി നിങ്ങളൊരു പോസിറ്റീവ് പേഴ്സൺ ആയിട്ട് മാറും. സത്യം. ട്രൈ ചെയ്ത് നോക്ക്. ദാറ്റ്സ് ഇറ്റ്.